ബിഗ് ബോസ് മലയാളം സീസൺ 8 ആദ്യ വെടി പൊട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലാലേട്ടന്റെ ജന്മദിനത്തിൽ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ആ പ്രൊമോ നിങ്ങൾ കണ്ടില്ലേ? ചരിത്രത്തിൽ ആദ്യമായി കോമണേഴ്സിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക റിയാലിറ്റി ഷോ. ബിഗ് ബോസ് അഗ്നിപരീക്ഷ കേൾക്കുമ്പോൾ വലിയൊരു അവസരമായി തോന്നുമല്ലേ? എന്നാൽ ഇതിന് പിന്നിൽ ബിഗ് ബോസ് അണിയറ പ്രവർത്തകരുടെ കൃത്യമായ ഒരു സൈക്കോളജിക്കൽ ഗെയിം പ്ലാൻ ഉണ്ട്. സാധാരണക്കാരായ മത്സരാർത്ഥികളെ മാനസികമായി തകർക്കാനാണോ അതോ അവരെ സെലിബ്രിറ്റികളെക്കാൾ ശക്തരാക്കാനാണോ ഈ അഗ്നിപരീക്ഷ? ഈ പുതിയ നീക്കത്തിന് പിന്നിലെ സൈക്കോളജിയും ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളും നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ഫൈനൽ വരെ എത്തിയ അനീഷ് എന്ന കോമണർ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതല്ല. ബിഗ് ബോസിൽ കൂടുതൽ കോമണേഴ്സ് വരണം എന്ന പ്രേക്ഷകരുടെ ആഗ്രഹമാണ് ഇതിന് പിന്നിൽ എന്ന് തോന്നാം. പക്ഷേ അതിനേക്കാൾ വലിയൊരു ഓഡിയൻസ് സൈക്കോളജി ഇതിലുണ്ട്. കഴിഞ്ഞ സീസണുകളിലൊക്കെ കോമണേഴ്സ് ആയി വന്നവർക്ക് ഹൗസിനുള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. വലിയ സെലിബ്രിറ്റികളുടെ മുന്നിൽ തങ്ങൾ വെറും സാധാരണക്കാരനെന്ന ചിന്ത പലരെയും തുടക്കത്തിൽ പിന്നോട്ട് വലിച്ചു. എന്നാൽ ഈ അഗ്നിപരീക്ഷ എന്ന പ്രിലിമിനറി ഷോയിലൂടെ വരാൻ പോകുന്ന കോമണേഴ്സിന് കിട്ടാൻ പോകുന്ന മൈലേജ് ചെറുതായിരിക്കില്ല. ഈ പുതിയ ഷോ വഴി വരുന്ന കോമണേഴ്സിന് രണ്ട് വലിയ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, മെന്റൽ കണ്ടീഷനിങ്. മെയിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ക്യാമറകളെ എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്നതിലൊക്കെ ഇവർ ട്രെയിൻഡ് ആയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് സെലിബ്രിറ്റികളെ കണ്ട് ഇവർ ഇനി പേടിക്കില്ല. രണ്ടാമത്, പ്രീ ബിൽഡ് ഫാൻ ബേസ്. നേരത്തെ തന്നെയുള്ള ജനപിന്തുണ. മെയിൻ ഷോ തുടങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകർ ഈ കോമണേഴ്സിനെ മറ്റൊരു റിയാലിറ്റി ഷോയിലൂടെ കണ്ട് അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ആദ്യ ആഴ്ചയിലെ എലിമിനേഷനിൽ ഇവർ പെട്ടെന്ന് പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. സെലിബ്രിറ്റികൾക്ക് കിട്ടുന്ന അതേ ഹീറോ ഇൻട്രോ ഇവർക്കും കിട്ടും. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. ഇതിലൊരു വലിയ ചതിക്കുഴിയുമുണ്ട്. അഗ്നിപരീക്ഷ എന്ന് വെറുതെ പേരിട്ടതല്ല. ബിഗ് ബോസ് മെയിൻ ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ മത്സരാർത്ഥികളുടെ എല്ലാ സൈക്കോളജിക്കൽ സ്ട്രാറ്റജികളും, അവരുടെ ദേഷ്യവും അവരുടെ യഥാർത്ഥ സ്വഭാവവും പ്രേക്ഷകരും മറ്റ് സെലിബ്രിറ്റി മത്സരാർത്ഥികളും ടിവിയിലൂടെ കണ്ടു കാണും. അതായത് മെയിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവർ കയറുമ്പോൾ അവരുടെ മൈൻഡ് ഗെയിം എന്താണെന്ന് സെലിബ്രിറ്റികൾക്ക് കൃത്യമായി അറിയാം. കോമണേഴ്സിന്റെ പോരായ്മകൾ മുൻകൂട്ടി കണ്ട് അവരെ ടാർഗറ്റ് ചെയ്യാൻ സെലിബ്രിറ്റികൾക്ക് ഇത് എളുപ്പമാക്കും. തന്റെ കാർഡുകൾ എല്ലാം നേരത്തെ തന്നെ അകത്താക്കേണ്ടി വരുന്ന അവസ്ഥയാണിത്. ചുരുക്കത്തിൽ ഏഷ്യാനെറ്റിന്റെ ഈ പുതിയ നീക്കം ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. ചാനലില് സീസൺ 8 തുടങ്ങുന്നതിന് മുൻപ് തന്നെ വൻ റേറ്റിംഗ് കിട്ടും. മത്സരാർത്ഥികൾക്ക് കടുത്ത പരീക്ഷണവുമായിരിക്കും. നിങ്ങൾ പറയൂ, ഈ അഗ്നിപരീക്ഷ വഴി വരുന്ന കോമണേഴ്സിന് സെലിബ്രിറ്റികളെ വെട്ടിലാക്കാൻ പറ്റുമോ? അതോ അവർ തുടക്കത്തിലെ എക്സ്പോസ്ഡ് ആയി പോകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ബിഗ് ബോസ് സീസൺ 8 ഓരോ എപ്പിസോഡിന്റെയും ഇതുപോലെയുള്ള ആഴത്തിലുള്ള സൈക്കോളജിക്കൽ വിശകലനങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു കിഡ്ലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.